ശരണ്യ എസ് ലാൽ, സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായിട്ട് വന്നതാണ്. ശരണ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. പക്ഷേ ഫിസിക്കലി നല്ല ഫിറ്റായിട്ടുള്ളൊരു വ്യക്തിയാണ്. വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് കുറച്ച് മാസത്തെ ട്രെയിനിങ് കൊണ്ട് തന്നെ കവറാക്കിയിടും. പിന്നെ ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിലോട്ട് അപ്ലൈ ചെയ്യാനുള്ളൊരു കഴിവ് അതുണ്ട്. പിന്നെ എങ്ങനെയെങ്കിലും നേടിയെടുക്കണം, ജയിച്ചേ പറ്റൂ എന്നൊരു വാശി ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ശരണ്യയുടെ ഹസ്ബൻഡാണ് രണ്ടുപേരും വരുന്നത്. ഞാൻ വരുന്നതിന് വരുന്നുണ്ട് ഇവിടെ. എന്നിട്ട് കക്ഷിയും കുറച്ച് എക്സസൈസ് ചെയ്യും ഇവിടെ. അപ്പോഴത്തേന് ശരണ്യ റെഡി ആയിരുന്നതിന് ശേഷം രണ്ടുപേരുടെ പോകുന്നത്, രണ്ടുപേരുടെ പോകുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം വീട്ടിൽ ഒരുപാട് ജോലിയൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഏതാണ്ട് ഒരു 6:30 തൊട്ട് അല്ലെങ്കിൽ 6:15 തൊട്ടാകുമ്പോഴാണ് 6:15 തൊട്ട് ഒരു 9, 9:30, 10 മണി വരെ ഗ്രൗണ്ടിൽ സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ അപ്പം ഇത്രയും ജോലികളും കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് ഇവർ സ്പെഷ്യലി ഈ ലേഡീസ് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ പാസ്സാവാന്ന് പറയുന്നത്. ഇവരെപ്പോലുള്ള ആൾക്കാർ വേണം ജോലിക്ക് കയറാൻ. കാരണം അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവർ കയറുക എന്ന് പറയുന്നത്. ജോലി കിട്ടണം, എത്രയും പെട്ടെന്ന് തന്നെ ജോലി കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ല മാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നല്ല മാർക്കുണ്ട്, ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതാണ് എല്ലാത്തിലും വേണ്ടുന്നത്. അത് ശരണ്യക്ക് ഇഷ്ടമാതിരി ഉണ്ട്. പിന്നെ സപ്പോർട്ട് കൊടുക്കാനുണ്ടല്ലോ, സ്ട്രോങ് ആയിട്ട് ഒരാളുണ്ടല്ലോ, പിന്നെ ബാക്കിയെല്ലാം ഈസി ആയിരിക്കും. ഓക്കെ. പിന്നെ ട്രെയിനിങ് സമയത്ത് കുറച്ച് ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഗ്രൗണ്ട് വെച്ചല്ല അല്ലാതെ പറ്റിയിട്ടുണ്ട്. അങ്ങനെയും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പക്ഷെ അവിടെ നിന്നൊക്കെ റിക്കവറായി വന്നിട്ട് ടെസ്റ്റിന് 2 ആഴ്ച കൊണ്ടുള്ളപ്പോഴാണ് പിന്നെ ഈ ഇഞ്ചുറി കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങിയത്. പക്ഷെ എന്നാലും പെട്ടെന്ന് കയറി വന്നു. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം ഉണ്ടായതിൻ്റെ പേരിൽ മാത്രമാണ് ഇങ്ങനെ ഇഞ്ചുറി ഉണ്ടായതിനു ശേഷവും അതൊന്നും വക വെക്കാതെ ടെസ്റ്റിന് പോയതും ഇപ്പം നല്ല റിസൾട്ടായിട്ട് വന്നിട്ടുള്ളതും. ഇനി നമുക്ക് ശരണ്യെന്നറിയാം, എന്താണ് ശരണ്യയുടെ അഭിപ്രായം എന്നുള്ളത് അറിയാം. ആക്ച്വലി ഇതെൻ്റെ ലാസ്റ്റ് CPO ആണ്. ഇതിൽ അത്യാവശ്യം സ്കോറുള്ള കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഫിസിക്കൽ പാസ്സാവണം എന്നുള്ള വാശിയിലാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ NIPT വന്നപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സാറൊരു റിട്ടയർഡ് മിലിറ്ററി മാൻ ആയതുകൊണ്ടാവാം അതുപോലെയായിരുന്നു ട്രെയിനിങ് തന്നത്. 5 കിലോമീറ്റർ ഓട്ടം, പിന്നെയുള്ള എക്സസൈസ്, അതൊക്കെ ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ അത് യൂസ്ഡ് ആയി. പക്ഷെ അതിൻ്റെ എല്ലാം ഗുണം കിട്ടിയത് എനിക്ക് ആ ഫിസിക്കൽ ആ ഒരു ഡേയിലാണ്. ശരിക്കും ഇവിടെ എങ്ങനെയാണോ ഞാൻ ഫിസിക്കൽ ചെയ്തത് അതേ കൂളായിട്ടാണ് ഞാൻ അവിടെയും പോയി ഫിസിക്കൽ ചെയ്തത്. സാർ ഇവിടെ നിന്ന് തയ്യാറാക്കി തന്ന 5 ഐറ്റം അതെനിക്ക് അവിടെ പോയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു. സപ്പോർട്ട് എന്ന് പറയാൻ നേരത്ത് സാറ് ഫിസിക്കലി മാത്രമല്ല, നമ്മൾ മെൻ്റലി ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൽ നിന്നല്ല സാറ് ഒരുപാട് സപ്പോർട്ട്, മെൻ്റലി നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് സാറിനോട്. കിട്ടും, എനിക്ക് ചില സമയത്ത് തോന്നും ചിലപ്പോൾ ഫിസിക്കൽ ഞാൻ പാസ്സാവില്ലെന്ന്. പക്ഷെ സാർ അപ്പം പറയുമായിരുന്നു തനിക്ക് കിട്ടും. പക്ഷെ അതുപോലെ തന്നെ സംഭവിച്ചു. പിന്നെ സപ്പോർട്ട് പറയാൻ നേരത്ത് ഹസ്ബൻഡും പിന്നെ എൻ്റെ അമ്മയും ഒരുപാട് സപ്പോർട്ടാണ്. ജോലി കിട്ടണം, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 7-8 വർഷമായി. ഇപ്പോഴും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് ഹസ്ബൻഡ്. അമ്മ അതുപോലെ തന്നെയാണ്. പിന്നെന്താ, സാർ ഇവിടെ ഇടയ്ക്ക് പറയാറുണ്ട് നമ്മുടെ പരിശ്രമമാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്നുള്ളത്. അതെനിക്ക് ആ ഡേയിൽ എനിക്ക് മനസ്സിലായി. കാരണം ഇവിടെ അത്രയും പരിശ്രമിച്ചുകൊണ്ടാണ് എനിക്ക് ആ ഡേയിൽ അത്രയും കൂളായിട്ട് നിന്ന് ചെയ്യാനും എനിക്ക് ഫിസിക്കൽ നേടാനും സാധിച്ചത്. ഇത്തവണ എന്തായാലും എനിക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം മാർക്കും ഉണ്ട്, ഫിസിക്കലും പാസ്സായി. അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും, NIPT യോടും സാറിനോടും ഇവിടുത്തെ എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു.